ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ടി വി എ വേഴ്സസ് ടി വി എ നടന്ന സംഭവം. അതായത് നമ്മുടെ അതിനകത്തുനിന്ന് ഒരു 14 മെമ്പേഴ്സ് ഇറങ്ങിയിടം തൊട്ട് ചില ആൾക്കാർക്ക് ലൈക്ക് നമ്മളെന്താ ചെയ്തേ, നമ്മളെന്താ പറഞ്ഞേ എന്നൊന്നും അറിയാതെ കോർണറായിട്ട് വൺ സൈഡ് പോയിട്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും അല്ലെങ്കിൽ ബാക്കി അന്ന് തൊട്ട് നമ്മളെന്തോ ഒരു വലിയ ശത്രുതയെ പോലെ മറ്റേ ആൾക്കാർ മറ്റേ ഇതായതുപോലെ മാറി നിൽക്കുക, സംസാരിക്കുക എന്നുള്ളൊരു സ്കീം വന്നു തുടങ്ങിയേട്ടാ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബെല്ലാരി ബ്രദർഹുഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അന്ന് ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ഓഡിയൻസ് അടക്കം അങ്ങനെയൊന്നും പറയല്ലേ ബ്രോ, ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്യുന്നത് ഞാൻ ഈ ചാറ്റിലും കോൺട്രവേഴ്സി വെട്ടി ഇടുന്ന കുറച്ച് ആൾക്കാരുടെ കമൻറ്റ് സെക്ഷനിലും ഞാനത് കണ്ടായിരുന്നു. അന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അതായത് എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇത്. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം, ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് അന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. പക്ഷേ അത് ഡേ ബൈ ഡേ ഇതിങ്ങനെ കൂടി വന്ന് അതാ ലാസ്റ്റിൽ അവിടെ ഇത് തന്നെ കേട്ട് കേട്ട് മടുത്ത ഒരാൾ ലാസ്റ്റ് നമുക്ക് കൊണ്ട് തന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഉള്ള ഒരു ഡൗട്ട് ഉണ്ടാകും എന്തിനായിരിക്കും ഈ ഒരു ചർച്ച തുടങ്ങിയതെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം കാണിച്ചുകൊണ്ടെങ്കിൽ തന്നെ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വണ്ടി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു നല്ല വണ്ടി എന്ന് പറയണത് ഹൈനയും കാർനേജ്. നമ്മൾ ആദ്യമായിട്ട് ഹൈന ഒരു രണ്ടാമത്തെ വണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഹൈന അല്ലെങ്കിൽ കാർനേജിൻ്റെ വെർഷൻ 2 കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം. മ്യൂസിക് ഉണ്ടല്ലോ, ഹൈന അല്ലെങ്കിൽ കാർനേജ് കൊണ്ടുവരിക എന്നുള്ളൊരു കാരണം അത്രയും ലുക്സ് ഉള്ള ഒരു വണ്ടിക്ക് അതിൻ്റെ ഒരു V2 കൊണ്ടുവരുമ്പം ആ V2 അതിനനുസരിച്ച് മാച്ച് ആവണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ്, അത് ടോപ്പ് വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, അത് ടോപ്പ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ V2 കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സ്കീമായിരുന്നു. അതിൻ്റെ V2 അവർ പണിത് തന്നത്, അതായത് ബെല്ലാരിയിൽ നിന്ന് തന്നെ പണിത്, ബെല്ലാരിയിലെ സ്റ്റാലിന് സൈക്കന അവരെല്ലാവരും കൂടെ ചേർന്ന് പണിത വണ്ടിയാണ്. അതിൻ്റെ V2 എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ നിങ്ങൾ? മറ്റേ ഒരു രാജ്യത്തിലേക്ക് മറ്റേ ആൾക്കാരെ ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തട വെക്കൂലേ? നിങ്ങൾക്കാർക്കും തോന്നിയില്ല ലൈക്ക് ഗൈസ് അത്രയും ലുക്കുള്ളൊരു വണ്ടിയല്ലേ ഇത്? അവർ പണിത വണ്ടിയാണ് ഇത് ഹൈനയും കാർനേജും ഉണ്ടാക്കിയ സെയിം ആൾക്കാർ എനിക്ക് പണിത് തന്ന വണ്ടിയായത്. മനസ്സിലായേ? ഇതാണ് എനിക്ക് അവർ പണിത് തന്ന വണ്ടി. ഈ വണ്ടി എനിക്ക് കണ്ടപ്പം എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എനിക്കിതിനകത്ത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ഇവരുടെ ഇവിടുത്തെ ബോക്സ് കൊളീഷനോ അങ്ങനെ എന്തോ പറയാം, അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഈ സെർവർ സൈഡിൽ നിന്ന് അറിയത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കണ്ട തന്തയില്ലാത്ത വാണങ്ങളെ പോലെ മറ്റേ 10 പേരെ കൂട്ടിയിരിക്കുമ്പോൾ മാത്രം കുര വരുന്നത് പോലെ ഞാൻ എൻ്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കുരപ്പിക്കത്തില്ല. കാരണം അവന്മാർക്ക് നട്ടലുള്ള ഒരു ലീഡറുണ്ട്, നിൻ്റെയൊക്കെ പോലല്ല. മനസ്സിലായ? അവർ സംസാരിച്ചോളൂ. ഞാൻ പറയാം ഗൈസ്, ടി വിയിലെ പിള്ളേർ ഇറങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഇവരെ ഡയോസിനെ ആയിക്കോട്ടെ, ബെല്ലാരി ആയിക്കോട്ടെ, അന്തേരി ആയിക്കോട്ടെ, അവരെ ഒന്നും അപരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടില്ല, എങ്ങും പോയിരുന്നു പറഞ്ഞിട്ടില്ല. അവന്മാരെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോകുന്നു. ഇന്ന് ഡ്രീമർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഡ്രീമറിന് സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡ്രീമർ അങ്ങനെ എൻ്റെ പോലെ ചാടി കയറി ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളല്ല ഡ്രീമർ. പക്ഷേ ഡ്രീമർ ഇന്ന് ഇത് അറിഞ്ഞപ്പോൾ ഡ്രീമർ എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞേ, എടാ ഞാൻ സ്റ്റോറി ഇടാൻ പോവാ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ബെല്ലാരി ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടത്. മനസ്സിലായോ? അപ്പം ഇവര് ഇങ്ങനൊരു സാധനം ഈ പറയണത് പോലെ വന്നപ്പോൾ ഡ്രീമറും എല്ലാവരും ഇവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താ ഇതെന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ഇവന്മാർക്കൊന്നും പറയാൻ റിപ്ലൈ ഇല്ല. പറയാൻ ഇവന്മാർക്ക് എന്താ, ഞാനത് കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്താ കാര്യം, ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിനവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വേണം. മനസ്സിലായ? ഇതായിരുന്നു തുടക്കം ഗൈസ്, ഇതാണ് തുടക്കം. അപ്പം എനിക്ക് ഈ വണ്ടി ശരിക്കും നമ്മൾ കുറച്ച് പേരെ കാണിച്ചപ്പോൾ ചെയ്തിട്ടില്ല. ഇത് ഹൈനയും ഇത് കാർനേജും, ഇതാണ് കാർനേജ്. ഇത് ഹൈനയും ഇത് കാർനേജും, ഇത് രണ്ടുമായിരുന്നു V2. അപ്പം ഒബ്വിയസ്ലി ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഫാനാണ്. നമ്മുടെ ഫസ്റ്റ് മോഡലിൻ്റെ ഫാനാണ്. എനിക്ക് ഇതൊന്നും
എനിക്ക് പെട്ടെന്ന് ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്നേരം ഈ സെയിം സമയത്ത് ഇത് വണ്ടി പണിയണ സമയത്ത് ഇവർ അമ്പത്തൂരും ഇവരെല്ലാം ആയിട്ട് അടിയായി, ആകെ നാശമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി. ഈ ഗെയിമിൽ നിന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നപ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ഇതാക്കിയിട്ട് ലൈക്ക് ഇവരെങ്കിൽ ഇവർ ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ കോൺട്രവേഴ്സി പറയുന്നതിന് മുമ്പ് എൻ്റെ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക. ഇതായിരുന്നു സംഭവം. പക്ഷേ ഈ ഒരു സെയിം സാധനം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ ഹൈനയും കാർണേജും പണിത സമയത്തേടാ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിട്ട് അവന്മാർക്ക് കൊടുത്തത്. ലൈക്ക് എല്ലാവരും പിരിവിട്ട് പൈസയൊക്കെ ആ സമയത്ത് കൊടുത്തത്. ആ സമയത്ത് കുറച്ച് എനിക്ക് മറ്റേ ടാക്സിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് ഞാൻ ഫൈനാൻഷ്യലി കുറച്ച് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ഇതായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഈ വണ്ടി പണിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇവന്മാർക്ക് എടാ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ പേയ്മെന്റ് അത്രയും ഡിലേ ഒക്കെ ആയി ആകെ ഷോക്കായിട്ടാണ്. അപ്പോൾ ഈ വട്ടം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഷോകൻ ഡീലായി ആ അറ്റ്മോസ്ഫിയറിൽ നീ വർക്ക് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. അത് നീ അങ്ങനെ വേറെ ബാഡായിട്ട് എടുക്കണ്ട. എന്താ നീ കഴിഞ്ഞ വട്ടം ചെയ്തു തന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഒന്ന് സ്പീഡപ്പ് ആക്കി തരണേ. ഞാൻ വേറെ ഒന്നും കൊണ്ട് പ്രഷറൈസ് ചെയ്യുന്നതല്ല. നമുക്ക് സിറ്റിയിലെ സിറ്റുവേഷൻ എടുക്കാൻ ഒരു വണ്ടി ഇല്ല. M3 സിറ്റുവേഷൻ നമുക്ക് വണ്ടി ഇല്ലാതെ കളിക്കേണ്ട ഒരു ലക്ക് വന്നതിന്റെ പുറത്ത് മാത്രം ജയിച്ച വാറാണ് അത്. വണ്ടി ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് നീ നിനക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് സ്പീഡപ്പ് ആക്കി തരണം കേട്ടോ. നിങ്ങളോടൊക്കെ ഞങ്ങൾ എപ്പോഴും വണ്ടി ഇന്ന് വരും നാളെ വരുന്ന പറഞ്ഞ് സൺഡേ 3 ഓഗസ്റ്റിന് ഞാനിത് എൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റും ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടുമെന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇവരെല്ലാം ടി വിയിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ടി വിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബെല്ലാരി അന്തേരി എന്ന് പറയണ രണ്ട് ഗ്യാങ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഫാമിലി, ഞാൻ ഇന്നേ വരെ ഇവരെ ഇറസ്പെക്റ്റീവായിട്ട് ഓഫ്ലൈനിലും സംസാരിച്ചിട്ടില്ല, ഓൺലൈനിലും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ സംസാരിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ ഗൈസ്? ഞാൻ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്തോ ആയിക്കോട്ടെ, ഈ വണ്ടി എനിക്ക് ഇഷ്ടം. ഇത് ഞാൻ കാശ് കൊടുത്ത് പണിയിച്ചതാണ്. ഈ വണ്ടി ഇതിനുണ്ടാക്കിയ രണ്ടവന്മാർ ഒരു ഗ്യാങ്ങിന് വിറ്റ്. കണ്ടു നോക്ക്. നമ്മളോട് പെർമിഷൻ പോലും ചോദിക്കാതെ ഈ വണ്ടി ഇവർ വിറ്റ്. ഇത് വിറ്റിട്ട് ഏകദേശം ഇതെന്നായിരുന്നു, ഡിസംബർ 27-നോ 26-നോ ആയിരുന്നു ബെല്ലാരിയിലുള്ള ചേട്ടന്മാർ ഈ വണ്ടി വിറ്റത്. ഈ വണ്ടി വിറ്റ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുവാണ്, ഞങ്ങൾ അന്ന് വേണ്ടാന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഇതാക്കിയെന്ന് കേസ്. എന്നിട്ട് പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുതിയ ന്യായം കേട്ടാ, ഇത് ഹൈന അല്ലെന്ന്. ഇത് നോക്കിക്കോണേ, ഇതിൻ്റെ ഫ്രണ്ട് കണ്ടാ, ഇത് ഹൈന അല്ല, ഇത് മൈന അന്നാണ് അവൻ്റെ പുതിയ വാദം. ഇതിൽ നിന്ന് സ്റ്റിക്കർ ഊരിയങ്ങ് കളഞ്ഞ് കേട്ടാ. ഇതിൽ നിന്ന് ടി വിയുടെ സ്റ്റിക്കറും ഒഫീഷ്യൽ ടി വി എന്നുള്ളതും അടിച്ചിട്ട് ഓറഞ്ച് അലോയ് വെച്ച് കൊടുത്ത്, എന്നിട്ട് പുതിയ ഗ്യാങ്ങിന് കൊടുത്ത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രശ്നം. ഇത് ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞതാ. ഇത് എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ലൈവിലൊന്നും സംസാരിക്കണമെന്നൊന്നും ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. എനിക്ക് സംസാരിക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി 2026 നല്ലൊരു ഇതിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. ഇത്രയും ഇതാക്കി ഇവരിത് സെയിൽ ചെയ്യണമെന്നത് നിങ്ങൾക്ക് ഇത് അവർക്ക് ക്രിയേറ്റേഴ്സിനോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ സെയിലാക്കുന്നത് 27 ഡിസംബറിലാണ്. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ അന്നേ വന്ന് എനിക്ക് പറയാമായിരുന്നു. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഡേറ്റും എല്ലാം എൻ്റെ ഉണ്ട്. വേണമെങ്കിൽ അതും ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാണ്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഡേറ്റും ഇതെല്ലാം ഇത് പക്ഷേ യെസ്റ്റർഡേ കാണിക്കുന്നത് ഇതല്ല, ഇന്നലത്തെ അല്ല. ഇത് കറക്റ്റ് ഡിസംബർ 27 അത് അവർക്കും അറിയാം. ഇതിൻ്റെ കൗണ്ടർ അവന്മാർ പറയാൻ വന്നാലല്ല അത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഡിസംബർ 27 ഇവർ വണ്ടി വയ്ക്കുന്നത്. വിറ്റെല്ലാം ഇതാക്കി ഞാൻ പറയാം, കൊടുക്കാനുള്ളവന്മാർക്കൊക്കെ ഞാൻ ഓഫ്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവന്മാരെ പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, മനസ്സിലായോ? ഓഫ്ലൈനിൽ ഈ വണ്ടി വിറ്റവൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നൊന്ന് ന്യായീകരിച്ചായിരുന്നു. കൊടുക്കാനുള്ള തെറിയെല്ലാം ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ന്യായം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, വേണ്ടാന്ന് പറഞ്ഞാണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഫണ്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ ടി വിയുടെ മാനേജ്മെൻറ്റിന് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഇത് വിൽക്കാൻ. ഞാൻ മാരുതിയിൽ നിന്നൊരു വണ്ടി മേടിച്ചു ഗൈസ്. അവർ പറയുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ മാരുതിയിൽ നിന്നൊരു വണ്ടി മേടിച്ച് എൻ്റെ വീടിന് മുറ്റത്ത് കൊണ്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ഒരു BMW മേടിച്ചു. ഞാൻ BMW ആണ് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ മാരുതിയുടെ ഷോറൂമിൽ നിന്ന് നേരെ വന്നിട്ട് നിങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ ഇത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവോ? ചെപ്പ അടിച്ച് വെട്ടിക്കേണ്ട കുണമാണ് നിൻ്റെയൊക്കെ, മനസ്സിലായോ? അതിനകത്ത് നീക്കിയിരുന്ന് ന്യായീകരിക്കുന്നത് ഗൈസ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്, എന്തോരം സിറ്റുവേഷനിൽ ഇന്നലെ പോലും ബെല്ലാരിയുടെ ലെഗസിയും ബെല്ലാരിയുടെ കാര്യങ്ങളും എല്ലാം ഞാനിരുന്ന് നിങ്ങളോട് അത്രയും കാര്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാണ് സത്യം. ഞാനൊരു ഡാർക്ക് ട്രൂത്ത് പറയണം കേട്ടോ. എനിക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ പേടിയായി തുടങ്ങി ഈ ഗെയിമിൽ.
ഞാനിത് തമാശയായിട്ട് പറയണതല്ല, എനിക്കിത് ആൾക്കാരെ വിശ്വസിക്കാനുള്ള പേടിയായി തുടങ്ങിയടാ. ഇത്രയും നാള് കൂടെ ഒരു ഫാമിലി ആയിട്ട് നിന്നിട്ട് ഇവന്മാർക്കെതിരെ എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് ഇനി പറഞ്ഞാൽ ഇനി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഇന്നലെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ബെല്ലാരിയും അന്തേരിയും ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ. ഇതിലൊരു ADR സേതു മാസം എഴുതിയേക്കുന്നത് മറ്റേ സേതു അല്ല കേട്ടോ, മാസിലെ സേതു അല്ല, ഇത് അന്തേരിയിലെ സേതു ആണ്. ഇതല്ല, ഇത് ഈ ക്ലിപ്പല്ല, ഇവിടെ ഇതുമല്ല. കേട്ടോണേ. അന്തേരിയും എല്ലാരും ഇരുന്ന് എൻജോയ് ചെയ്യുക. അപ്പാപ്പനെ പ്രായത്തിന്റെ ഓരോ കഴപ്പേ. നമ്മളൊക്കെ എന്തോടാ വിചാരിക്കണം, നമ്മളൊക്കെ വിചാരിക്കണെന്ന് പറഞ്ഞാൽ അല്ല. ഇതോടെ കേക്ക് അല്ലെ സെക്ക ഇതുണ്ടല്ലോടാ, ഈ വണ്ടി ഇറങ്ങുമ്പോ നിന്റെ വണ്ടി കൊള്ളാന്ന് പറയാം, അത് വണ്ടി ഇറങ്ങുമ്പോ ആ വണ്ടി കൊള്ളാന്ന് പറയാം. മനസ്സിലായി? ഇങ്ങനെ തന്നെ ആദ്യം തൊട്ട് വന്ന പേടിക്കണ്ട. ഒരു കുഴുവീന്റെ പോലത്തെ സ്റ്റാൻസ് അല്ലേ ഈകളിന് ഒരു ആണോടാ വില്ലി? നിനക്കുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ. അത് സത്യം പറഞ്ഞ വില്ലിക്കും ജാൻമണിക്കും ഒരേ സ്റ്റാൻഡ് കേട്ടോ. അടുത്തത് അതോടെ വണ്ടി പോയേ പെട്രോൾ ഇതാണ് ഹൈനയുടെ ഇഷ്യൂ തന്നെത്താനോ. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് നമ്മൾ പുതിയ വണ്ടി മയില് വണ്ടി അല്ലടാ, പുതിയ വണ്ടിട്ട് പാട്ട് ഓഫ് ആക്കിയില്ല ഇതുവരെ. അടുത്തത് കേട്ടോണേ എന്തോന്ന്. മുട്ട വെച്ചിട്ടാണേലും വണ്ടി എന്തൊരു വാണവളിയാന്ന്. ആ പാട്ട് ഞാൻ ഓഫ് ആക്കാഞ്ഞേന് അവന്റെ അച്ഛന്റെ അണ്ടിയിലാണ് ഞാൻ അത് പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓഫ് ആക്കാത്തതിന് അവന് ഭയങ്കര ഫ്രസ്ട്രേഷൻ. അത് ഓഫ് ആക്കാത്ത. ഒന്നുകൂടെ കേട്ടോ. മയില് വണ്ടി അല്ലടാ, പുതിയ വണ്ടിട്ട് മുട്ട വെച്ചിട്ടാണേലും വണ്ടി താക്കും. അതോടെ സുഗുണനല്ലേ അത്? അതെ സുഗുണൻ. ഇത് കണ്ടോണേ. ഇതൂടെ കണ്ടോ. ബെല്ലാരിയുടെ അന്തേരിക്ക് പുണ്ണടകളുടെ ഒക്കെ തനിക്കൊണോടെ നിങ്ങൾ കണ്ടിട്ട് വെച്ചോ. ഇന്നലെ നമ്മൾ ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് BGM വിട്ട് വെറുതെ ഇങ്ങനെ നടന്നില്ലേ ഫ്രണ്ടിലോട്ട്. നടന്നപ്പം ഫ്രണ്ടിൽ നിന്ന് ഇവനിങ്ങനെ അടിച്ചല്ലോ ബോബോയ്. ഇത് കേട്ടോണേ. അതില് പോയി ഇവിടെ അമ്മ നോക്കിട്ടാ അതില് പോയി അതെ എന്തൊരു സന്തോഷം ഗൈസ്. ഇത്രയും നാള് 5 വർഷം നമ്മള് ഇതാക്കിക്കൊണ്ട് വന്ന ഒരു ഗ്യാങ്. നിങ്ങൾ തമാശ അപ്പാർട്ട് ഫ്രം ദ ജോക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരുത്തനും ഇതിനകത്ത് ഇരിക്കണ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഒന്ന്, എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ ADR അരോമ, അശ്വിൻ OP, കോസ്മിക് ട്രബിൾ, ADR തക്കുടു, ADR ടോം, ബെല്ലാരി സേക്കൻ, ബെല്ലാരി ട്രൈസോ. കാണാൻ പറ്റില്ല, ബാക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരു വട്ടമല്ല,
മൾട്ടിപ്പിൾ ടൈംസ് ഇതിനകത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇവൻ ഈ വീഡിയോ എടുത്ത് നമുക്കിത് അയച്ചു തന്നത്. മനസ്സിലായ? മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഉണ്ടായതുകൊണ്ട് ഇത് അക്സെപ്റ്റബിൾ അല്ലാതെ വന്നപ്പോഴാണ് ഇവൻ എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. എടാ ഇതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തേ? എനിക്ക് ജസ്റ്റ് അറിയണം. ആൻഡ് ഇതിൽ ഏറ്റവും മെയിൻ പ്രശ്നമുള്ളത് കേൾക്കണേ ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഈ ഓഡിയോ ഒന്ന് കേട്ടോ. ഇതിനകത്ത് മെയിൻ പ്രശ്നമുള്ളവന്മാരെ മെയിനായിട്ട് പറയുന്നത് നൂനു, ഒബീറ്റോ, ലക്കി, പിന്നെ ലക്കി, സെക്കൻഡ്, പിന്നെ വില്ലി, അങ്ങനത്തെ കുറച്ച്. വില്ലിക്കൊക്കെ എന്തൊരു കടിയാടാ. അവൻ എന്ത് ചെയ്ത് ബ്രോ? അവൻ എന്തൊരു ഹെയ്റ്റാടാ. അവൻ നാളെ ഉറപ്പായിട്ടും കൊട്ടയെന്ന് വിളിച്ചവൻ അടിക്കും. ഉറപ്പാണ്. എനിക്കങ്ങനെ തോന്നുന്നത്. വില്ലിക്കാണ് കടി കൂടുതൽ. നിന്റെ അച്ഛനെ പിടിച്ച് ഞാൻ കടിച്ചോടാ പൊലയാടി മോനെ. നീ ഇത്ര അങ്ങ് ഉണ്ടാക്കാൻ. നിന്റെ ആ സെക്കൻഡ് എന്ന് പറയണ പഞ്ചവർണ്ണ കുണ്ടൻ ഇന്ന് വന്നിട്ട് നല്ല മേടിച്ചിട്ട് പോയല്ലോ. എൻ്റെ അവൻ്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു എൻ്റെ VC വന്നപ്പം. നിന്നെ പോലത്തെ ചാവാലിപ്പട്ടികൾ 10 പേരുണ്ടെങ്കിൽ അവന് കുരയ്ക്കാൻ അറിയത്തുള്ളൂ. കൂടുതൽ ഞാനൊന്നും പറയണില്ല നിന്നോടൊക്കെ. ഇതിൽ കൂടുതലൊക്കെ നിന്നോട് പറഞ്ഞാൽ ശരിയാവത്തില്ല. നീ എന്നൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമായി പോകും. മനസ്സിലായോ? എടാ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവണം സത്യമായിട്ട്. സീരിയസ് ആയിട്ട് എനിക്ക് ആരോട് സംസാരിക്കണം, ആരോട് നല്ല രീതിയിൽ നിൽക്കണം എന്ന് എനിക്ക് അറിയാൻ പാടില്ലടാ. ഇപ്പോൾ എനിക്ക് ആരോട് സംസാരിക്കണം, ഞാൻ ഇവരോട് ഞാൻ ഇപ്പോഴും ചോദിക്കും, ഞാൻ എന്ത് ഉപദ്രവമാണ് ഞാൻ ചെയ്തത്? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ അന്നും ഇന്നും ഇവർക്കൊരു എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഞാൻ ഇവരെ പ്രൈസ് ചെയ്തും ഇവരെ ഡൗൺ ടൈം വന്നാൽ ഞാൻ അവിടുത്തെ ഓക്കെ ആണെന്നും എല്ലാം ലൈവിൽ പറഞ്ഞ് ഇവരുടെ എല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് ഞാൻ ഇന്നേ വരെ അണ്ണം കളിക്കാനൊന്നും ഞാൻ ബെല്ലാരിക്കാരുടെ അടുത്ത് പോയിട്ടില്ല. ഞാൻ ആകെ ഇവരുമായിട്ട് ഇൻറ്ററാക്റ്റീവ് ആയിരുന്ന സമയം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതൊക്കെ ഉള്ള സമയത്താ, എന്താ പ്രാക്ടീസ്, TV വേഴ്സസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് രായനും ഇവരെല്ലാം വന്ന് സംസാരിച്ചായിരുന്നു. അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ബാക്കിയൊക്കെ അവരുടെ. എനിക്കിത് കൂടുതൽ ഡീപ്പ് റിസർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യം എനിക്കില്ല. അതിനകത്തുനിന്ന് ഇവിടെ വന്ന മെമ്പേഴ്സിൽ കുറേ പേര് ആൾക്കാരും എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊന്നും ഇതിനകത്തിരുന്ന് വിളിച്ച് പറയണ്ട. പക്ഷെ ബട്ട് സ്റ്റിൽ ഇത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഇതൊട്ടും അക്സെപ്റ്റബിൾ അല്ല. പറയാതിരിക്കാൻ വയ്യ. ഒരു വണ്ടിയുടെ പേരിൽ അവിടെ തീർന്ന് ക്ലാസ് ഇറങ്ങിയപ്പോൾ എടാ ഈ എല്ലാത്തിനും കാരണം ഈ വണ്ടി ഇതാക്കിയെന്ന് അമ്പത്തൂരിനോടുള്ള ദേഷ്യമാണെന്നാണ് പറയുന്നത്. അമ്പത്തൂരിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവന്മാര് ഇത്ര നാൾ അണ്ണാന്ന് വിളിച്ച് എന്നെ അപരാധിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്പത്തൂര് ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെയാണോ അപരാധിക്കേണ്ടത്? പിന്നെ വാണെന്നും കുണ്ണേന്നും ഒക്കെ സുഗുണ വില്ല് നിന്റെ വീട്ടിൽ പോയി തന്തയെ വിളിച്ചാൽ മതി. എന്നെ വിളിക്കാൻ വരരുത് കേട്ടോ, മനസ്സിലായ? അണ്ടിൽ ഞാൻ നിന്നെ വിളിക്കാത്തിടത്തോളം കാലം അതൊക്കെ നീ അവിടെ പോയി അവിടെ ആരുടെ കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും മുണങ്ങന്മാരുണ്ടോ അവിടെ പോയി വിളിക്കണം, മനസ്സിലായ? എന്നെ വന്ന് വിളിക്കരുത്. നിന്നെയൊക്കെ എടാ ഞാൻ നിന്റെ അടുത്തൊക്കെ നിന്നെയൊക്കെ എന്തെങ്കിലും ലൈവ് പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട്? വില്ലിയോ സുഗുണനെയോ എന്തെങ്കിലുമൊക്കെ? ഈ ഗെയിമിന്റെ സന്തോഷമൊക്കെ പോയി തുടങ്ങി. സത്യമായിട്ട് ഞാൻ പറയാണ്, ഈ ഗെയിമിന്റെ സന്തോഷമൊക്കെ പോയി തുടങ്ങി. നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ, ഇതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇതായി വരണം. ഇതിന്റെ സന്തോഷവും ഇതെല്ലാം പോയി തുടങ്ങി. അത് ഞാൻ പറയാം, അത് ഞാൻ എന്തായാലും പറയും. അല്ലടാ, ഇത് ലീവ് ചെയ്യുന്ന കാര്യത്തെ പറ്റി അല്ലടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ ജസ്റ്റ് പറയണ കാര്യം ഒന്ന് മനസ്സിലാക്കിയോ. നമ്മൾ ഈ ചിരിച്ചുകൊണ്ട് പൊട്ടനെ പോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണ ആൾക്കാരുടെ ഉള്ളിലിരിപ്പും മൈൻഡ് സെറ്റും ഇതാണ്, മനസ്സിലായി? ഇതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കവറപ്പ് ചെയ്യാൻ അണ്ണാന്ന് വിളിച്ച് നിൽക്കും. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇതാണ് അവരുടെ എല്ലാം. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ് ഗൈസ്, ആരുടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഇവർ എൻ്റെ VC പോയി
ഇവരെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ VC എന്നോട് ഒന്നും പറയാതെ അന്തേരി എന്ന് പറയണതും ബെല്ലാരി എന്ന് പറയുന്ന ഗ്യാങ്ങും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എന്നോട് ചോദിച്ചിട്ടില്ല എന്താ അണ്ണ TV എന്ന് അവരെല്ലാം ഇറങ്ങാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ എന്താ ഈഗിൾ ബ്രോ പ്രശ്നം എന്താന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. നേരെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും കേൾക്കാതെ നേരെ അപ്പുറത്ത് ഒരു ദിവസം പോയി ഇരുന്ന് ഈ ബാക്ക് സ്റ്റാബിന്റെ ഇൻഫ്ലുവൻസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഇതിപ്പോ കുറെ ആയി. വൈ ബെല്ലാരി ഏബിൾ റിക്രൂട്ട് ഇൻ TV എന്നോ? എടാ ബെല്ലാരിൽ എത്ര പ്ലേയേഴ്സ് TV കളിക്കുന്നുണ്ടാ? അല്ല ഇതിന് ശേഷം ഈ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നത്തിന് ശേഷം ആരെങ്കിലും അവരാധിക്കാൻ TV പിള്ളേർ വന്നിട്ടുണ്ടോ? ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അതിനുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് പോയി സംസാരിച്ചാൽ ഇതാവും അതാവും എന്നുള്ള ഇത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈഗിൾ ശരിക്കും ഇത്രയ്ക്ക് ഇന്നസെന്റ് ആണോ ബ്രോ? ഇതൊക്കെ ഉറപ്പല്ലേ? ബ്രോയ്ക്ക് ഇത്ര ഏജ് ആയല്ലേ? ഇതൊക്കെ അറിയാൻ മേലെ? എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ. ചന്ദ്രൻ മാത്രം ബ്രോയെ ചതിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. ചന്ദ്രൻ മാത്രം വിശ്വസിക്കുക. ഈസ് എ ജെം. ബ്രോ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ചന്ദ്രനെ മാത്രം വിശ്വസിക്കാമെന്ന്? ആ വിശ്വാസമാണ് ഈ പോയ ആൾക്കാരിലും ഇവിടെ എല്ലാവർക്കും എനിക്കുണ്ടായിരുന്നത്. മനസ്സിലായോ? അത് ബ്രോയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞാൻ ഇന്നസെന്റ് ഒന്നും അല്ല, അത്രയ്ക്ക് ഇന്നസെന്റ് ഇതൊന്നും അല്ല. എനിക്കറിയാം ലൈക്ക് ആൾക്കാര് കുറച്ചു പേരൊക്കെ നമ്മളോട് ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലായ? ആ ഒരു സംഭവമാണ് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഇതായി പോയത്. വില്ലി എക്സ്പെക്റ്റഡ് ദ സ്ലോട്ട് ഫ്രം TV. അത് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ഫ്രസ്ട്രേഷൻ ആവും. ലോലൻ ആൻഡ് ഏബിളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല. എക്സ്പെക്റ്റഡ് ബ്രോ. എൻ്റെ പൊന്നു ബ്രോ, ഇത് ഇപ്പോഴെങ്ങും തുടങ്ങിയതല്ല ബ്രോ. ഈ വില്ലി സ്ലോട്ടും അതൊന്നും അല്ല. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. TV ഒരു സമയത്ത് ഡൗൺ ആയിരുന്ന സമയത്ത് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ബെല്ലാരിക്കകത്തുനിന്ന് ബെല്ലാരി ഇപ്പോൾ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു മാസ് റിക്രൂട്ട്മെന്റ് എടുത്ത് ആ ഗ്യാങ്ങിനെ നശിപ്പിക്കണ്ട എന്ന് ഞാനായിട്ട് രായനോട് പറഞ്ഞൊരു കാര്യമാണ് ആ സമയത്ത്. നോക്കിയ വാസ് റൈറ്റ്. എനിക്കതിപ്പോൾ തോന്നുന്നുണ്ട്. സത്യം പറയാലോ. ഈ നേരെ വന്ന് കുണ്ണേന്ന് വിളിക്കുന്നതും അണ്ണാന്ന് വിളിച്ചിട്ട് ബാക്കിൽ നിന്ന് കുണ്ണേന്ന് വിളിക്കുന്നവന്മാരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഓരോ കാര്യത്തിനും. നമുക്ക് നേരെ വന്ന് കുണ്ണേന്ന് വിളിക്കുന്നവനെ പോടാ കുണ്ണേന്ന് വിളിച്ച് ഒഴിവാക്കിയാൽ മതി. പക്ഷെ നേരെ വന്ന് അണ്ണാന്ന് വിളിക്കുന്നവനെ മോനെന്ന് വിളിച്ചിട്ട് അവൻ നമ്മളെ കേൾക്കാതെ കുണ്ണേന്ന് വിളിക്കുമ്പോൾ അവനെ ഒന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ അവനെ വിശ്വസിച്ച് നമ്മുടെ കാര്യവും ഇതാക്കിയിരിക്കും. ഇത് ഈ ഗെയിമിന്റെ ഡാർക്കർ സൈഡാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഇത് മെന്റലി അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിത് അത്രയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് വേറെ അവിടുത്തെ ഗ്യാങ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും ലൈക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ വേറെ അവിടെ നിന്ന് എന്നെ അന്വേഷിക്കാനും എൻക്വയറി ചെയ്യാനൊന്നും വയ്യായിരുന്നു. ഇനി വേറെ ഒരു കാര്യം അവരോട് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് VCയിലൊന്നും ഇരിക്കാം. ഇനി ഇവന്മാർക്ക് പറയാനുള്ളതൊന്നും പറയാതെ ഞാൻ മറ്റേ ഡ്രാമ കളിച്ചു എന്ന് ലാസ്റ്റ് പറയലല്ലോ. ഇവിടെ വന്നിരുന്നാൽ ഞാൻ വലിച്ചിടാം. ഞാൻ ബെല്ലാരിയിലും അന്തേരിയിലും മൊത്തം ആൾക്കാരെ പറയുന്നില്ല. ഇന്നലെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഉണ്ടായിരുന്ന വാണങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിരിക്കുന്ന VC ഏതാ? ലൈവ് നോ. ഏതാ? 1 or 2? ഡ്രാഗ് ചെയ്യണോ അവരെ? move to 2. എല്ലാരെയും ഡ്രാഗ് ചെയ്യട്ടെ. move to 2. 2. വേറെ ആരെല്ലാം ഉണ്ടോ? വേറെ ആരെല്ലാം ഇല്ല. വില്ലുണ്ട്. 2 2 മൂന്ന് പേരുണ്ടോ?
ആ ഹലോ ഹലോ. ആ ബ്രോ, ഞാനാണ് വില്ലി. പറ നിന്റെ പേര് ആ കണ്ടിട്ട് അറിഞ്ഞൂടെ പറ. ഓക്കെ ബ്രോ. അല്ല, എനിക്ക് മറ്റേ ബെല്ലാരിട്ടായി ഞാൻ വീസിന്ന് പോയായിരുന്നേ ഉം, കുറച്ച് ദിവസം മുന്നേ. ഓക്കെ, ഉം, അതാ ഉം. പറഞ്ഞു. ബ്രോ, ഞാന് ബ്രോയിനെ എവിടെയാ തെറി വിളിച്ചത്? അല്ല നീയൊക്കെ ഈ VC-യിൽ ഇരുന്ന് ചെയ്തത് അല്ല, ശരിയാണെന്ന് ഞാൻ പറയണോ? പറയട്ടെ. അല്ല ബ്രോ, ബ്രോ സംസാരിക്കാനല്ലേ വിളിച്ചത്. ഞാൻ ഒന്ന് കുറച്ച് സംസാരിച്ചോട്ടെ? ആ ബ്രോയുടെ പെർമിഷനോടെ സംസാരിക്കണം. ആ ആ ആ. ഓക്കെ. വേറൊന്നുമല്ല, ഞാന് ബ്രോനെ ഒന്നാമത് എവിടെ തെറി വിളിച്ചത്. രണ്ടാമത്തെ കാര്യം, ബ്രോ ബ്രോ പറഞ്ഞു ഞാൻ സംസാരിച്ചു, ഇന്ന് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ബ്രോ ആരുമായിട്ട് സംസാരിച്ചേ? ഈ പ്രശ്നത്തിൽ ഞാനുണ്ട്. ബ്രോ എന്റെ അടുത്ത് സംസാരിച്ച അന്ന് ബ്രോ പറഞ്ഞ പ്രശ്നത്തിന്റെ അന്ന് ബ്രോയിനക്ക് വേണ്ടി ബ്രോ ലൈവ് ഇട്ട് ഏകദേശം വെളുപ്പിനെ 3-4 മണി വരെ ഉണ്ടായിരുന്നു. ഞാൻ 3-4 നീയാണോ വണ്ടി വീണതേ? ബ്രോ അതല്ല, ഞാൻ അന്നത്തെ നീയാണോ പ്രശ്നത്തിന് വണ്ടി ബ്രോ വീണതേ? പറഞ്ഞില്ലേ, നീയാണോ ഞാൻ വണ്ടി വീണതേ? ഞാൻ വണ്ടിയുടെ കാര്യമല്ല പറഞ്ഞു. ഞാൻ പറയട്ടെ, നീയാണോ വണ്ടി വീണതേ? ഞാനല്ല വണ്ടി എന്റെ വീണത്. അഭിപ്രായത്തില് അല്ല രായനാണ്. ഈകള് ഒന്നേന്ന് പറയടാ. ഞാൻ വണ്ടിയുടെ അവൻ കാര്യമല്ല പോയിന്റ് നമ്പർ പറയുന്നത്. ഒന്നിട്ട് പറഞ്ഞില്ലേ ഈകളെ? അതൊന്ന് ബ്രോ, പറയാം. അവൻ ചോദിച്ചല്ലേ നീയല്ലേ എന്റെ അഭിപ്രായത്തിൽ രായനാ എനിക്ക് ബെല്ലാരി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അവനെ വിളിച്ച് ഓക്കെ സംസാരിച്ചിട്ടുണ്ട്. റിബലും വന്നായിരുന്നു സംസാരിക്കാൻ. നീ ഏതാ? ബ്രോ, ഞാൻ ആ കാര്യമല്ല പറഞ്ഞു. ബ്രോ അല്ല പിന്നെ ഏത് പറഞ്ഞത് കാര്യം? ലൈവില് പിന്നെ ഏത് കാര്യം? അതിന് ബ്രോ എന്നെ അനുവദിക്കൂ സംസാരിക്കാൻ, എന്നാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നീ സംസാരിക്കും. ആ സൗണ്ട് ബ്രോയാ സംസാരിക്കും. ഓക്കെ, സംസാരിച്ചു. ഞാൻ സംസാരിക്കാം. ആ. ബ്രോയാ പറഞ്ഞത് ലൈക്ക് ഇത് ഒരു വട്ടമല്ല, മൾട്ടിപ്പിൾ വട്ടമായിട്ട് നമ്മൾ വീശിയിരുന്ന് ബ്രോയിനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. ആ. ഇത് ഫസ്റ്റ് ടൈം ബ്രോ ഓർമ്മയുണ്ടോ? ഞാൻ സെക്കൻഡ് ആയണനൊക്കെ വന്നിട്ട് നമ്മൾ സംസാരിച്ച ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് അതിന് വേണ്ടിട്ടാ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് മുന്നോടിയായിട്ട് ബ്രോ രായണന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബെല്ലാരിയിൽ മുച്ചിരിയുടെ കേസിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രായണൻ പറഞ്ഞ് ഇത് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഇത് അവിടുത്തെ അന്ന് ഇഷ്യൂ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ബ്രോ സംസാരിക്കുന്നത് രായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രോ പറഞ്ഞ് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. 3 ദിവസവും ലൈവ് കഴിയണ വരെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. എടാ അതൊക്കെ വന്നിട്ടില്ല. അത് വിട്ടോ, ഞാൻ വന്നില്ല. ശരിയാ, അല്ല, ഞാൻ വന്നില്ല. അതിനല്ല. അതിന് കാരണമുണ്ട്. അത് പറയാനാണെങ്കിൽ വേറെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ടി വരൂലേ? ഓക്കെ അല്ല, ഞാൻ പറയുന്നത് ബ്രോ, ബ്രോ ഞാൻ പറയുമ്പോ അതിന്റെ ഇടയിൽ പറഞ്ഞ എനിക്കൊന്നും പറയില്ല. എടാ ഈ ലൈക്ക് ഔട്ട് ഓഫ് കോണ്ടാക്ട് എന്തുണ്ടാ വലിയ സംസാരിക്കണേ? നമ്മളിപ്പം നീ ഇത് ബ്രോ പറഞ്ഞ കാര്യം പറഞ്ഞേ അല്ല. ബ്രോ തുടക്കം തൊട്ടുള്ള കാര്യം പറഞ്ഞു ചന്ദ്ര, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കണേ. അല്ലല്ല, ഞാൻ തുടക്കത്തിലുള്ള ഞാൻ തുടക്കത്തിലുള്ള അതൊക്കെ എന്റെ ലൈവിൽ എന്റെ സൗകര്യമാണ്. നിന്നോടൊക്കെ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇട്ട് ലൈവ് ഇട്ട് എന്നെ ഇട്ട് അവരാധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? ഓക്കെ, ലൈവ് ഇട്ട് അവരാധിച്ചെന്ന് ബ്രോ പറയുന്നു. എന്റെ വിഷ്വൽ അല്ലെങ്കിൽ എന്റെ വോയിസ് വരണ ആ ക്ലിപ്പിൽ ബ്രോ തന്നെ ഒന്നും കൂടെ കേട്ടു നോക്ക്. അതിനകത്ത് ഞാൻ ബ്രോയിന് എന്തോ പറയണേ? അതിനകത്ത് ഞാൻ ബ്രോ തന്നെ ആ ലൈവ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈവിൽ പ്ലേ ആക്കി കാണിച്ചു കൊടുക്കും. ഞാൻ അതിനകത്ത് ബ്രോയിന് എന്തോ പറയണേ? ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഓഡിയോക്കകത്ത് അവര് പറയണല്ലോ നിനക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അവിടെ. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇട്ട് ലൈവ് ഇട്ട് എന്നെ ഇട്ട് അവരാധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? ഓക്കെ, ലൈവ് ഇട്ട് അവരാധിച്ചെന്ന് ബ്രോ പറയുന്നു. എന്റെ വിഷ്വൽ അല്ലെങ്കിൽ എന്റെ വോയിസ് വരണ ആ ക്ലിപ്പിൽ ബ്രോ തന്നെ ഒന്നും കൂടെ കേട്ടു നോക്ക്. അതിനകത്ത് ഞാൻ ബ്രോയിന് എന്തോ പറയണേ? അതിനകത്ത് ഞാൻ ബ്രോ തന്നെ ആ ലൈവ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈവിൽ പ്ലേ ആക്കി കാണിച്ചു കൊടുക്കും. ഞാൻ അതിനകത്ത് ബ്രോയിന് എന്തോ പറയണേ? തന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഞാൻ ബ്രോയിന് ഇതുവരെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. ബ്രോയ്ക്ക് അങ്ങനെ ഒരു ചാറ്റോ ഒരു ഇതോ ബ്രോയ്ക്ക് ആണെങ്കിൽ എവിടെ നിന്ന് കിട്ടും? നിന്റെ കൂടെ ഇത്രയും നാൾ നടന്നവന്മാര് ചുമ്മാ ഒന്ന് പറയോ നിനക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന്? അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ കംപ്ലീറ്റ് ആട്ടെ. നിനക്കൊക്കെ മാത്രമേ വണ്ടിയും പണിയും അറിയത്തുള്ളൂ. നിന്റെയൊക്കെ മുകളിൽ ആരെങ്കിലും വണ്ടി പണിത് നീയൊക്കെ സ്റ്റോറി ഇട്ട് കൂമ്പിക്കളയോ? നീയൊക്കെ ആരാണ് നിന്റെ വിചാരം? ഏടാ ഇന്നലെ ഒരാൾ വന്ന് അയാൾ ചെയ്തിട്ട് പോയണ്ട. അതൊക്കെയാണ് പ്രൊഫഷണലിസ്റ്റ്. അല്ലാതെ നിന്റെ പോലെ ഈ അണ്ടി വലിച്ചു വിട്ടിരിക്കുന്നതല്ല. അതാദ്യം മനസ്സിലാക്ക്. നീ ആരാണ് നിന്റെ വിചാരടാ വില്ലി? നീ ആരാ നിന്റെ വിചാരം? നീ കുറെ ദിവസം സ്റ്റോറി ഉണ്ടല്ലോ. നീ ആരാ നിന്റെ വിചാരം? നിന്റെ കുണ്ണ വണ്ടി മാത്രം ഓടിച്ചോണ്ടിരിക്കണോ ഞങ്ങളൊക്കെ? അല്ല, അത് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ബെല്ലാരിയുടെ വണ്ടിയാണ് ഞാൻ സ്റ്റോറി ഇടുന്നത്. അതെങ്ങനെ ബ്രോയ്ക്ക് ഓടിക്കാൻ പറ്റും? സ്റ്റോറിയുടെ നീ ബെല്ലാരിയുടെ എന്ന് പറഞ്ഞു എടുത്ത് ഊമ്പണ്ട. ഈ ബെല്ലാരി എങ്ങനെ വന്നതെന്ന് എനിക്കറിയാം. നീ എന്റെ അടുത്ത് ബെല്ലാരി പറയണ്ട. നീയൊന്നും ഇല്ലാത്ത സമയത്തുള്ള ബെല്ലാരി എനിക്കറിയാം. നീ ആരാ ബെല്ലാരിയെ പറ്റി സംസാരിക്കാൻ? നിന്നെ പറ്റി സംസാരിക്കണം. നീ ബെല്ലാരിയുടെ നീ എന്റെ അടുത്ത് വരണ്ട. ഞാൻ ബെല്ലാരിയുടെ കോലി ഇടുക ബ്രോ. എനിക്ക് സംസാരിക്കാൻ പിന്നെ പറ്റില്ല. ബെല്ലാരിയുടെ പാറി ലീഡർ പോടാ കുണ്ണ ബ്രോ എന്റെ മുമ്പിൽ ബ്രോ സംസാരിക്കാനാ പറഞ്ഞത്. ഞാൻ ട്രിഗറായിട്ടില്ലേ ബ്രോ? ഞാനല്ല ബ്രോ ഞാനല്ല ട്രിഗറായത്. ബ്രോ ഞാനല്ല ട്രിഗറായത്. മനസ്സിലാക്കി, ഞാനല്ല ട്രിഗറായത്. പെർമിഷൻ ചോദിക്കണം. അണ്ടി ചോദിക്കണം. പെർമിഷൻ ചോദിക്കണം അവിടെ ലൈവ് ഇട്ടത്. നീ സംസാരിക്കണ്ട വില്ലി പൂർണ്ണിമനെ. അറിയപ്പെടാ വീസിന്ന് മറ്റേ സംസാരിക്ക്. നീ സംസാരിക്ക്. ബ്രോ എന്റെ ഞാൻ ഒരു കാര്യം പറയാം ഡാർക്കെ. എല്ലാരും എന്നോട് വന്ന് പറഞ്ഞു ഈ പുണ്ടച്ചുവനെ വിശ്വസിക്കരുതെന്ന്. ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. ഇവനാണ് ഏറ്റവും കൂടുതൽ എന്നെ പറ്റി അപരാധം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയാം.
ഇവനാരാ ഈ വണ്ടിയുടെ ഈ പഴയത് സെക്കൻഡില്ല, ഇവനില്ലല്ലോ, സ്റ്റാലിനില്ലല്ലോ ഇത്രയും പ്രശ്നം. നിനക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം? സ്റ്റാലിൻ നിന്ന് വന്നായിരുന്നല്ലോ ഉച്ചക്ക്, നിനക്ക് കാണണോ വീഡിയോ? സ്റ്റാലിൻ വന്ന് പറഞ്ഞല്ലോ അവന് പ്രശ്നമൊന്നുമില്ലെന്ന്. പിന്നെ ഇവന്മാർക്കൊക്കെ എന്തോ ഇത്ര പ്രശ്നം? ഇവനാരാ? പന്നെ കഴിവറവൻ, അവൻ എന്റെ അടുത്ത് വന്ന് ഊമ്പാൻ നിൽക്കുന്നു. നീയൊക്കെ ലൈവ് ഇട്ടിട്ട് മറ്റേ ഇത് പറയാനോ ഡിസൈഡ് കേട്ടോണ്ടിരിക്കേണ്ട ഗതികടൊന്നും എനിക്കില്ലടാ. അല്ല വേറൊന്നല്ല പറയാൻ വന്ന, ജസ്റ്റ് അവന്റെ അച്ഛനെ വിളിച്ച ജസ്റ്റ് സംസാരിക്കാൻ വേറെ ഒരു പറയില്ല. അവൻ തന്തയില്ലാത്തവൻ തന്നെ വിളിക്കും. ആരാ ചോദിക്കാൻ? അവൻ ചോദിക്കോട്ടെ, എന്റെ അടുത്തൊന്ന് ചോദിക്കാൻ പറ. പട്ടി പോലാടി അവന്റെ അടുത്ത്. അല്ല ബ്രോ, ഞാൻ കാര്യം പറയട്ടെ, വെയിറ്റ് നമ്മള് നമ്മൾ എന്തിനെങ്ങനെ മാനിട്ട് അഭിനയിക്കണം നമ്മള്. അതായത് നിങ്ങൾ ഓഫ്ലൈനില് ഇവിടെ വന്നിരുന്ന് ഇത്ര ലൈവ് ഇട്ട് നീയൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് എന്നെ പട്ടി താറ്റിട്ട് ഇറങ്ങിപ്പോയാടാ. നീ ഇറങ്ങിപ്പോയോ? നിനക്കത് കേക്കണ്ടേ? എന്നെ കഴിവറ മക്കളെ, നിന്നെയൊക്കെ ഇത്ര നാൾ ഞാൻ ഒരു പറയും പറഞ്ഞിട്ടില്ല, ഒരു പറയും. നീയൊക്കെ എന്നെ അങ്ങ് തലക്കകത്തോട്ട് കയറി അങ്ങ് വന്നിരുന്ന് ഊമ്പിക്കാൻ നോക്കുന്നു. നീയൊക്കെ എന്നെ അവന്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഇനി പറയണമെന്ന്. ഇവൻ എ ക്ലാസ് തമ്പിയാ, ഇവൻ എ ക്ലാസ് തന്തയില്ലാത്തവനാണ് ഈ വില്ലി. ഇവൻ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഞാൻ ഇപ്പോഴും പറയാം. അവൻ ബെല്ലാരിയുടെ കോലീഡറാണെന്ന് പാടാടുത്ത കൊണ്ട ഏതാന്ന് വെച്ചാ വാ സംസാരിക്കാൻ. വാ നീ ബെല്ലാരിൽ ആർക്കാന്ന് വെച്ചാ അന്തേരിയിലും വാ വന്നിരുന്ന് വീസിക്കകത്ത് മറ്റേ പട്ടി അലച്ച പോലെ ചെലച്ചവന്മാരൊക്കെ വാടാ. ഇനി നിനക്കൊക്കെ ഉള്ളത് പറയുണ്ടാക്കിയിട്ട് ഞാൻ പോത്തുള്ളൂ ഇവിടുന്ന്. വില്ലി വന്നിട്ടുണ്ട്, ഡ്രാഗ് ചെയ്യണ. തെറി വിളിക്കാനായിട്ട് എല്ലാരും ഒബീറ്റോ സെക്കൻഡ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. പോക്കൃത്തത്തിനൊക്കെ ഒരു പരിധി ഉണ്ട്. എടാ ആ വില്ലിനും കൂടെ ഒന്ന് വലിക്കാവോ? എടാ നിങ്ങള് കുറച്ച് ഇതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ രീതി ഇപ്പൊ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആ അതെ, ഒന്നിനല്ല വന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചെറിയൊരു കാര്യം പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. വില്ലി വന്നത് വണ്ടിയുടെ കേസ് സംസാരിക്കാനല്ല. ഇന്നലെ നിങ്ങൾ ലൈവ് ഇട്ട് അവരാധിച്ചു എന്ന് പറഞ്ഞില്ല, അതിന്റെ കേസ് സംസാരിക്കണം. വില്ലി വന്നേ വണ്ടിയുടെ സൈഡ് അവനായിട്ട് കണക്ട് സ്റ്റാൻസ് മറ്റേ പറഞ്ഞ വില്ലിയാണോ? ചന്ദ്ര, അത് ഈഗിൾ ബ്രോ പറഞ്ഞ് ഞാൻ ഈഗിൾ ബ്രോ എന്നെ തെറി വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഈഗിൾ ബ്രോ ഞാൻ തെറി വിളിച്ച, എന്നിട്ട് പറഞ്ഞു വില്ലി നിനക്കുള്ള ഞാൻ തരാം. ഞാൻ അത് എന്റെ സൈഡ്, ഞാൻ അവിടെ എന്താ സംസാരിച്ചത് ആ പിഒവിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്നലെ കുരുവിയാണെങ്കിൽ സേക്കൻഡ് അടുത്ത് ഇങ്ങനെ ആ ക്ലിപ്പിലെ കാര്യം ഒന്നുകൂടെ പറയണേ. ആ സേക്കൻഡ് അടുത്ത് പറഞ്ഞ് എടാ ഇപ്പൊ ഈ വണ്ടി കൊള്ളാന്ന് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടി കൊള്ളാന്ന് പറയും എന്ന് പറഞ്ഞു. നോർമലി നിങ്ങൾ ഒരു ഗ്യാങ് കൊണ്ടുവരുന്ന വണ്ടികളൊന്നും ഇത് ഊമ്പിയ വണ്ടിയാ, ഇത് വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ കാര്യം നിന്റെ കാഴ്ചപ്പാടൊക്കെ എന്റെ കാഴ്ചപ്പാടല്ല, ഞാൻ എന്റെ കാര്യം ഒരു വണ്ടി കൊണ്ടുവരുമ്പോ ഈ വണ്ടി ഊമ്പല, ഇത് കൊള്ളത്തില്ല, എന്റെ പഴയ വണ്ടിയാന്നല്ല. അപ്പൊ പണിതവർക്ക് ഒരു റെസ്പെക്ട് ഇല്ല, ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ നിൽക്കണമെന്നാണോ നീ എനിക്ക് പറയുന്ന പോലെ നിൽക്കണമെന്നാണോ നീ പറയണേ? ബ്രോ ഒന്നാമത് ആ കാര്യം പറഞ്ഞത് ഞാനല്ല, ഞാൻ പറഞ്ഞത് എന്റെ സൈഡാണ് ഞാൻ പറയണത്. ആ പറഞ്ഞ ആളുടെ അടുത്ത് ബ്രോ ചോദിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രോക്ക് അത് ചോദിക്കണമെന്നേ ആ ചോദ്യം ബ്രോ ആളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞ എന്റെ സൈഡാ ബ്രോ, എന്റെ സൈഡിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ഒരു വേർഡിങ് ഉണ്ട്. ലൈക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുരുവിന്റെ അടുത്ത് ഒരുമാതിരി കുരുവിയുടെ സ്റ്റാൻസ് അല്ലേ ഈകളിനെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ റീസണാ പറഞ്ഞത്. അതിനുശേഷം ഒരു ചെറിയ പോർഷനും കൂടെ ആ കട്ടെടുത്ത് കൊണ്ടു തന്നവൻ എന്തോ ഭാഗ്യത്തിന് തന്നിട്ടുണ്ട്. ലൈക്ക് അവൻ തന്നിട്ടുണ്ട്. അല്ല അവൻ പറയണത് ഇത് മാത്രമല്ലല്ലോടാ ഇൻസിഡന്റ്, ബ്രോ ഏത് ഇൻസിഡന്റ് കാണിച്ചു തന്നാലും അതിനുള്ളത് നമ്മുടെ പറയാനും കാണിക്കാനും ഉണ്ട്. അതാ പറഞ്ഞത്. അല്ലല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നായിട്ട് യാതൊരു ഇല്ല അങ്ങനെ ഒരിക്കലും പറയണില്ല ബ്രോ, അങ്ങനെ പറയണില്ല യാതൊരു പ്രശ്നമില്ല. നമ്മളെ ഒന്നും അപരാധിച്ചിട്ടില്ല, എന്റെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ എന്റെ ലൈവ് കണ്ടിരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു അല്ലേ? അല്ല ബ്രോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ബ്രോ, അങ്ങനെ പറയുന്നില്ല. ഈഗിൾ ബ്രോ എന്നെ അനുവദിക്കുന്നില്ല പറയാൻ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ അത് കഴിഞ്ഞിട്ട് ബ്രോ പറഞ്ഞു എന്താന്ന് വെച്ചാ
അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അതിനുശേഷം അവൻ എന്നെ കളിയാക്കിക്കൊണ്ട് ഒരു ഇതും കൂടെ സംസാരിക്കണുണ്ട്. ഞാനും അവനും തമ്മിൽ സ്ഥിരം വീസിയില് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കണതാ. ഞാൻ അവനെ ഊക്കിയതാണ്. അതിൽ ബ്രോയ്ക്ക് അത്രയും രോഷം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യയില്ല. ഞാൻ അവനെ പറഞ്ഞതാണ് കുരുവിയുടെ ചാൻസ് അല്ലെ. ഓക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അരമണിക്കൂറായിട്ട് ഇരിക്കണം എനിക്ക്. ഇതിനൊക്കെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇതിനൊക്കെ നിനക്ക് ബ്രോ ഈ പറയുമ്പോ ഒന്ന് പോസ് ചെയ്യോ ഇതിനകത്ത് എന്റെ പേരൊന്ന് കാണിച്ചാവോ? നിന്നെ മാത്രമായിട്ടല്ലോടാ ഞാൻ എന്റെ കാര്യമോ പറയണത്. കഴിഞ്ഞില്ല. അല്ല എന്റെ അടുത്ത് സോറി ഞാൻ ആവശ്യപ്പെട്ടില്ല ബ്രോ. സോറി ഇല്ല കഴിഞ്ഞില്ല ബ്രോ. ആ ഓക്കെ. ഇപ്പൊ ഞാൻ ബേസിക്കലി ബ്രോയിനെ അവിടെ മെൻഷൻ ചെയ്ത് സംസാരിക്കുക ഒന്നും ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം ഓക്കെ മെൻഷൻ ചെയ്ത് പേര് പറഞ്ഞു ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാണ്ട് ബ്രോയിനാണ് അല്ല ബ്രോ അങ്ങനെയല്ല. ബ്രോയിൻ ഇന്റൻഷനലി ഇത് മറ്റേ ഈകളുടെ സ്വഭാവം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ആ കുരുവിനെ അവിടെ കളിയാക്കിയത് അത് ബ്രോയ്ക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യല. രണ്ടാമത്തെ കാര്യം ഈ ഒരു കാര്യം അല്ലാണ്ട് ഈ ഒരു കാര്യം അല്ലാണ്ട് അല്ല ഈ ഒരു കാര്യമല്ല 40 തൊട്ടെന്നറിയ ഈ 40 തൊട്ട് എന്റെ ഞാനത് കണ്ടപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം നീ അവിടെ ചോദിക്കുന്നുണ്ട് കുരുവിയുടെ സ്വഭാവം അല്ലേടാ എന്ന് പറയുന്നുണ്ട്. നീ പറയുന്നത് കുരുവിനെ കളിയാക്കുവാന്ന് അല്ലേ? നീ അവിടെ കുരുവിയുടെ സ്വഭാവം എന്ന് പറയുന്ന വ്യക്തി ആരാണ്? കുരുവിയുടെ സ്വഭാവം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈകളെന്ന് തന്നെ പറഞ്ഞ അത് കുരുവിനെ കുരുവിനെ കളിയാക്കുന്ന അത് കുരുവിനല്ലേ കളിയാക്കണ? ഒരു നിന്റെ സ്വഭാവം കാണിക്കുക അങ്ങനെ അവനെയല്ലേ കളിയാക്കി പറയണേ? അതല്ല ബെല്ലാരി ലീഡർ ആണെന്നല്ലേ നീ പറഞ്ഞേ? അപ്പൊ ബെല്ലാരി നിനക്ക് എന്താ പറയാനുള്ള ഈ ചെയ്തതിന്? ബെല്ലാരി റെപ്രസെന്റ് ചെയ്ത് എന്തോ പറയാനുള്ളത് ബ്രോ? ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ തന്നെ തിരിച്ച് പറഞ്ഞത്, അല്ലാണ്ട് അവിടെ ആരും ഇതാക്കി പറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് അതായത് നീ നമ്മൾ ബെല്ലാരിയെ പറ്റി നമ്മൾ പറഞ്ഞത് നീ ഒന്ന് കാണിച്ചതാണ് ഇവിടെ. എന്നിട്ട് സംസാരിച്ചായിരുന്നു. അതായത് ബെല്ലാരി നമ്മൾ പറഞ്ഞ് കാണിച്ചിട്ട് നീ ഇനി സംസാരിക്കണം. അതെന്നെ പറയട്ടെ. നമ്മൾ ആരെങ്കിലും പറയണ പറയാ ചന്ദ്ര ചൂടായിട്ട് കാര്യമില്ല. സംസാരിക്കണം. ഇത് ബെല്ലാരിയുടെ അന്തേരിയുടെ കുണ്ണവീശി ഒന്നും അല്ല, മനസ്സിലായോ? നിന്റെ താളത്തിനനുസരിച്ച് ഇവിടെ തുള്ളിയിരിക്കാൻ നീയൊക്കെ നാട്ടുകാരെ ആരാധിക്കുമ്പോ പറഞ്ഞിട്ട് പോ. ബ്രോ ഈ മനസ്സിലായോ? അല്ലെങ്കിൽ പറയത്തില്ല. പറയട്ടെ. അല്ലല്ല ഞാൻ പറയട്ടെ. അന്ന് ബെല്ലാരിയായിട്ട് ബെല്ലാരി പോലെ അറിയാണ്ടാണ് ഒരു ദിവസം ഈകളുടെ ലൈവിൽ തന്നെ ബെല്ലാരിയായിട്ട് ഇനി ബ്രദർഹുഡ് ഇല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞത്. ആ കാര്യം പോലും എനിക്ക് മനസ്സിലായതിന്റെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പറയുന്നതാ ബ്രോ. ഓക്കെ അത് ബ്രോയുടെ ഇഷ്ടം. ബ്രദർഹുഡിന്റെ കാര്യം പറഞ്ഞു. ബാക്കി ബ്രദർഹുഡ് ഇല്ലെന്ന് പറഞ്ഞ ആ കാര്യത്തിൽ അപ്പൊ ബെല്ലാരിക്ക് അവിടെ എന്താ ഇഷ്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ കാര്യം പറയട്ടെ ബ്രോ. ലൈവിൽ അത് പറയണേനു തൊട്ട് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ എപ്പോഴേലും ബ്രോ ഈ പറയണ പോലെ ശരിയാ ബെല്ലാരിയുടെ അന്തേരിയുടെ കുണ്ണ വീസി ബ്രോ പറയണ ആ വീസിലെല്ലാം ബ്രോയ്ക്ക് ആക്സസ് ഉണ്ടായിരുന്നു. എനിക്ക് നിന്റെ ഒന്നും വീസി വരേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് നിന്റെ ഒന്നും വീസിൽ വരേണ്ട ആവശ്യമില്ല. എനിക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്. ഞാൻ അവരോട് സംസാരിച്ച് മനസ്സിലായോ? ഞാൻ അവരോടൊക്കെ സംസാരിച്ച് അല്ലാതെ നിന്നോടൊന്നും വന്ന് സംസാരിക്കണം, നിന്നോട് വീസി വന്ന് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ബ്രോ. അത് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാം ബ്രോ പറഞ്ഞതിന് ശേഷമാണ് അതൊക്കെ സംസാരിക്കണേ. ബ്രോ ബ്രദർ എടീ എന്തോ ഇഷ്യൂ എന്ന് പറയുന്ന എങ്ങനെയാ വില്ലി നീ നമ്മൾ 10 പറയുമ്പോ നീ 100 പറയുന്നുണ്ട്. ഞാൻ 100 പറയുന്നുണ്ട്, 10 പറയണുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറയണ്ടേ? എന്നെ അനുവദിക്കും മൊത്തം പറയാം. മൊത്തം പറയട്ടെ. മൊത്തം പറയട്ടെ. അതായിരിക്കും കുറച്ച് നല്ലത്. അല്ലെങ്കിൽ ലൂപ്പായി പോകും. അതങ്ങനെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ അടുത്ത് പോലും അന്വേഷിച്ചിട്ടില്ല എന്താണ് ഇഷ്യൂ എന്ന്. നമ്മുടെ അടുത്ത് പോലും ചോദിച്ചിട്ടില്ല. ശരി ബ്രോയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ലായിരിക്കും. പക്ഷെ എന്നാ പോലും ഇപ്പൊ ബ്രോയ്ക്ക് തന്നെ അറിയാം. ബ്രോ ഒരു കാര്യം ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിനെ ട്രസ്റ്റ് ചെയ്യണം ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ട്. അവര് ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ മെക്കെട്ടോട്ട് വരും. അത് ബ്രോയ്ക്ക് ഓൾറെഡി അറിയാന്നുള്ള കാര്യം തന്നെയാണല്ലോ. ബ്രോ ഒരു കാര്യം പോലും നമ്മളടുത്ത് ഈ പറയുന്ന രായണന്റെ അടുത്ത് പോലും ചോദിക്കേണ്ട ബ്രോ പറഞ്ഞ. അതിനുശേഷമല്ലേ വൈകുന്നേരം നമ്മൾ സംസാരിക്കണത്. ഞാൻ അന്നാണ് സ്റ്റോറി ഇടുന്നത് ബ്രോ. അന്നാണ് എനിക്ക് DM ചെയ്യണത്. അപ്പൊ നീ ഞാൻ കാര്യം ചോദിക്കട്ടെ,
ഈ 4.5 വർഷം ഈ ബ്ലൈൻഡ് ആയിട്ട് ഡ്രസ് ചെയ്ത ഓഡിയൻസ് തന്നെയല്ലേ ബെല്ലാരിക്കയുടെ പ്ലേയേഴ്സിന് ലൈവിലൊക്കെ വന്ന് കണ്ടോണ്ടിരുന്നതും ഇതാക്കിയതും. അന്നേരം നിനക്കൊക്കെ എവിടെ പോയി ഈ ബ്ലൈൻഡ് ഓഡിയൻസിന്റെ വില ഇല്ലായ്മ? ബ്രോ ബ്ലൈൻഡ് ഓഡിയൻസിന് വിലയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രോ. ട്രസ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് പറഞ്ഞ ചെയ്യുന്ന ഓഡിയൻസ് അത് തന്നെയാണ് ഈ പറയണ എല്ലാം കണ്ടോണ്ടിരിക്കുന്നതും എല്ലാം ഇതാക്കണതും. ടിവിയുടെയും ബെല്ലാരിയുടെയും ഒക്കെ കോമൺ ഓഡിയൻസ് അവരൊക്കെ തന്നെയാ. അവരൊക്കെ തന്നെയാ. അവരുടെ അല്ലല്ല നിക്ക് നിന്നെ പറ്റി നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തെന്നോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ബ്രോ ഒരു ബേസിക് ഒരു ഇഷ്യൂ നടക്കുമ്പോ ആ ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് ബ്രോ സംസാരിക്കണത്. ബാക്കി അപ്പുറത്തെ സൈഡ് എന്തോന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു ഇതുപോലെ ബ്രോക്ക് എന്താന്ന് അന്വേഷിക്കണ്ട. ജസ്റ്റ് ചോദിച്ച നമ്മൾ അങ്ങോട്ട് എന്ന് പറയത്തില്ലേ ബ്രോ? അതുപോലെ നേരത്തെ ചന്ദ്ര പറഞ്ഞ് ബെല്ലാരിയില് അല്ലല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. നേരത്തെ ചന്ദ്ര പറഞ്ഞ ആ ഗ്യാങ്ങിലെ കുറച്ച് പേർക്ക് മാത്രമേ ഇഷ്യൂസ് ഉള്ളെന്ന്. നേരത്തെ ഗ്യാങ്ങിലുള്ളവർക്ക് മാത്രമേ കുറച്ച് പേർക്ക് ഇഷ്യൂസ് ഉള്ളെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഇഷ്യൂസ് ഉള്ളത് അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഈ ബ്രദർഹുഡ് എന്ന് പറയുന്ന സമയത്ത് വിട്ടെന്ന് പറയുന്ന സമയത്തും കുറച്ച് പേർക്കോ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് വന്ന് സംസാരിക്കുന്ന ഇതുണ്ടല്ലോ. അത് മാനിത് നിങ്ങൾ കാണിച്ചായിരുന്നോ? സാധാരണ ബെല്ലാരി ഒരു സെക്കൻഡ് നിന്റെ അടുത്തൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബെല്ലാരിയിൽ നിന്ന് മുച്ചിറി എന്തിനാ പുറത്താക്കിയേ? ബെല്ലാരിയില് മുച്ചിനെ പുറത്താക്കിയത് അവൻ ഇങ്ങനത്തെ ഓരോ റെക്കോർഡിങ്സ് കൊണ്ട് കാണിച്ചോണ്ടാണ് ഇതാക്കിയത്. എന്ത് റെക്കോർഡിംഗാ കൊണ്ട് കാണിച്ചേ? അവൻ വീസില് നമ്മൾ അവൻ ക്ലിയർ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല ബ്രോ. ലൈക്ക് എനിക്കറിയാന്നുള്ള ഒന്നാമത്തെ പറഞ്ഞോ അതെന്തോ സ്നൈപ്പ്, സാവേജ്, മല്ലു ഗെയിമർ മീൻസ് ബാലൻ, ഇങ്ങനെ കുറച്ചൊരു 3-4 പേര് എടുത്ത് ഒരു കയ്യകലം പാലിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് അവന്റെ അടുത്ത് പറഞ്ഞു. ബ്രദർഹുഡ് പ്ലേയേഴ്സിന്റെ അടുത്ത് കയ്യകലം പാലിക്കണമെന്ന് പറഞ്ഞു. ഇവരോടെല്ലാം മീറ്റിംഗ് വിളിച്ചിട്ട് TV ആയിട്ട് ഇനി RP ചെയ്യരുത്, അല്ല TV അല്ല ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരായിട്ട് RP ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവന്മാരെ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ ദോഷമാണ് ഇവന്മാർ ഈ POV കൊണ്ട് എന്റെ അടുത്ത് കാണിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് മുച്ചിറി അവിടെ നിന്ന് പുറത്താക്കണേ. മനസ്സിലായ? ഇപ്പൊ ഈ ടോപ്പിക് കഴിഞ്ഞില്ലടാ വില്ലി. ഒരു സെക്കൻഡ് അപ്പൊ നിനക്കൊക്കെ ഇല്ലായിരുന്നോ TV ബ്രദർഹുഡ് ആണ് അവിടുത്തെ നിങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ള VC-യാ. ഇവിടെ വന്നിരുന്നു ഒന്ന് സോൾവ് ആക്കായിരുന്നു, സംസാരിക്കായിരുന്നു. നിങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ള VC അല്ലേ? എവിടെ പോയടാ നിന്റെയൊക്കെ ആക്സസ്? എല്ലാം ശരി ബ്രോ, സമ്മതിച്ചു. ഞാൻ ആ ടോപ്പിക് എന്റെ നീ ബാക്കി പറഞ്ഞ ആ ടോപ്പിക് എന്റെ ഈ ബ്രദർഹുഡ് സാറ് നമ്മുടെ ലൈവിൽ പറഞ്ഞ നീ പറഞ്ഞില്ലേ? അല്ലല്ല അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. ആ ടൈമിലാണ് സ്നൈപ്പൊക്കെ TV കേറുന്ന ടൈം, കേറി നിൽക്കുന്ന ടൈം. ടൈമോ ഇറങ്ങുന്ന ടൈം, കേറിയ ടൈം തൊട്ട് അതിന്റെ പേര് TV എന്നാണ്. അല്ലല്ലോ, അല്ല സ്നൈപ്പ് നീ ഒരു വർഷമായത്. ആ ടൈമിൽ ഒരു വർഷമായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ടൈമില് സോള് പറഞ്ഞതേ VC-ലോട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. എന്റെ ഇപ്പോഴാടാ എന്റെ ഇപ്പോഴും ആ POV ഉണ്ട്. POV കാണിക്കാം. നമ്മള് പറയാനിരുന്നത് നമ്മുടെ മര്യാദയാണ്. നമ്മുടെ മര്യാദയാണ് കേട്ടോ വില്ലിയെ. ബാല മറ്റേ ലൈവിൽ കിടന്നിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കണതും പുറത്തു വരണ മര്യാദ അല്ല ബാല. അതേപോലെ നിന്നെ ചിന്തയില്ലാന്നത്ര ഡിസ്കോഡിൽ ഞാൻ എന്തോ പറഞ്ഞേ, ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈവില്, അല്ലാതെ നിന്നെ പോലെ തന്തയില്ലായ്മ തരാൻ മറ്റേ ഡിസ്കോഡിൽ ഇരുന്ന് പറഞ്ഞിട്ടില്ല. അത് കുണ്ണാ പുണ്ടാമോ എന്നൊക്കെ പറയുന്നതാണോ നിന്റെ മര്യാദ? എന്തോ പറയണത് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും പറ. അല്ല സ്നൈപ്പേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇതിലെന്താ നമ്മളൊന്ന് പറഞ്ഞിട്ടല്ലോ. നിന്നെ തന്നെ കാണിക്കാം. നിന്നെ ഞാൻ ലൈവിൽ അവരാന്നും പറഞ്ഞു. ഓക്കെ ശരിയാണ്. നീയൊക്കെ എന്താണ് കാണിച്ചത്? നീയൊക്കെ ലൈവിൽ വരുന്ന മാന്യത കാണിച്ചിട്ട് ഓഫ്ലൈൻ യൂസ് ചെയ്തിരുന്നു. അല്ല നീ ഒരു സെക്കൻഡ് വില്ലി, ഇത് നീയാണോ ഈ TV വണ്ടി പണിഞ്ഞ? അല്ല പിന്നെ എന്താ ഇത്ര ആവേശം കൊള്ള? ഞാൻ വണ്ടിയുടെ പേരിൽ എന്തോ ഇട്ടത്?
അല്ല നീ ആ കൂട്ടത്തിലൊക്കെ സംസാരിച്ചല്ലേ, എല്ലാവരുള്ള കുറെ പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളാണോ ഈ വണ്ടി പറഞ്ഞതെന്നാണ് ചോദിക്കണേ? അതിലുണ്ടായിരുന്ന എല്ലാവരും. വണ്ടിയില് ചന്ദ്ര വണ്ടി പറഞ്ഞത് ഞാനില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ വണ്ടീനെ മോശമായിട്ട് പറഞ്ഞ എന്തോ ഇട്ടത്. അല്ല നീ പറഞ്ഞ നീ എന്തിനാ ഇങ്ങനെ ചോദിക്കണേ? ഞാനെന്താ പറഞ്ഞത്? നീ ബെല്ലാരി കോളിടല്ലടാ, അതെന്താ ചോദിക്കണേ? ബെല്ലാരി ടിവിയുടെ എന്നാ ഞാൻ ബെല്ലാരിയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കാം. ബെല്ലാരി ടിവിയുടെ വണ്ടി മോശം എന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞേ? അതിന്റെ അകത്തിരുന്ന് കുറച്ചില്ലടാ, ഇപ്പൊ കാണിച്ചില്ലേ PO? നിങ്ങൾ കണ്ടില്ലേ? അതില്ല, നീ വാസുണ്ണ എന്തിനാ പറഞ്ഞേ? വാസുണ്ണ മാസ് എന്നൊക്കെ പറഞ്ഞ അതും ഞാനല്ല പറഞ്ഞത്. അതൊന്നും പറഞ്ഞില്ല. എടാ ഇവരെ കിക്ക് ചെയ്യടാ, ഇവരെ കിക്ക് ചെയ്യടാ. ഞാൻ ഒരു കാര്യം പറയാം, ഇവന്റെ കയ്യിൽ അല്ല ബ്രോ, അത് ബെല്ലേരി അല്ല ബ്രോ പറഞ്ഞത്. ബ്രോഡയിലെ POV എടുത്ത് നോക്കി അറിയത്തില്ല ആരാ പറഞ്ഞത്. അപ്പൊ ബെല്ലാരി അന്തേരി നിങ്ങളും അപ്പൊ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലേ? ഞാൻ റേഞ്ച് വെയിറ്റ് ആയിട്ടും ഇല്ല ബ്രോ, ഞാൻ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. നീ ഒരു വാണമായിട്ടുണ്ട്, പക്ഷെ ഇപ്പം റേഞ്ച് വെയിറ്റ് അല്ലെങ്കിലും നീ ഒരു പക്ക വാണമായിട്ടുണ്ട്. അത്ര വലിയ നീ ഒരു പക്ക വാണം. നീയാണ് വാണം, മനസ്സിലായ? അതെ അത് നമുക്കറിയാം, ആരവാണോ നമുക്കറിയാം കേട്ടോ. അവിടെ ബെല്ലാരിയുടെ വീസി പോയി പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട. ഇല്ല ബ്രോ, ഇല്ല വയ്യ ഈ വിഷയം. പറയണ്ട, ഒന്നും പറയില്ല. ഈ വണ്ടിയുടെ കേസിലോ കൊടുത്ത കേസിലോ അങ്ങനെ എന്തെങ്കിലും പറയണ്ട. കാരണം അത് വേറെ കാര്യം, അത് വേറെ കാര്യം. അത് വണ്ടി മേടിച്ച് മര്യാദ എന്റെ കൊണ്ട് തന്നേക്കണേ ബ്രോ. ആ ഫയൽ ശരിയെന്നല്ല, അത് നീ തരണം, അത് നീ തരണം. ശരി 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 ശരി. ഒരു സെക്കൻഡ്, നീ ആ വണ്ടിയുടെ കേസ് വേറെ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ അത് ഇതിപ്പോ സംസാരിക്കേണ്ട നീ സംസാരിച്ച POV ഇവിടുന്ന് പുച്ഛിച്ചിട്ടൊക്കെ കളയുമ്പോ അത്ര അല്ല, നീ ഉണ്ടാക്കിയ വണ്ടിക്ക് 50 രൂപയുള്ള വില. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വണ്ടിയല്ല, ഇപ്പൊ ഞാൻ വില ഇടണ്ടേ? അപ്പൊ നീ വിലയിട്ട് 50 രൂപയാണെന്ന്. അപ്പൊ ഇപ്പോഴത്തെ വണ്ടിയുടെ വില നീ ഇടണ്ട, മനസ്സിലായോ? നമ്മൾ ആ വിലക്ക് ഇടാനുള്ളതില്ല. അത് നീ നീ ഒന്ന് ഉണ്ടാക്കി കാണിക്കടാ. ഇതുപോലൊരു സാധനം നീ ഒന്ന് ഉണ്ടാക്കി കാണിച്ച നീ മുക്കോടാ. നീ ഒരു വർഷം അതുകൊണ്ടാണ് ഇപ്പൊ കൊണ്ട് കളഞ്ഞത്. ഒരു വാറിന് മൂഞ്ചി തെറ്റി ഊമ്പി കിടന്നു. അതുകൊണ്ട് ഇന്ന് പോടാ കിടന്നു. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് അവന്റെ എത്തിക്സ് ആണ് ഇപ്പൊ സംസാരിച്ചത്. അതായത് നീയൊക്കെ ഉണ്ടാക്കി തന്ന വണ്ടിയാണ്, അതായത് സൈക്കിൾ ഉണ്ടാക്കി തന്ന വണ്ടിയാണ് ഈ പറഞ്ഞ ഹൈന. അത് അവൻ ആരുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് എടുത്ത് കൊടുത്തത് വേറൊരുത്തിന്. അതാണ് നേടാ നീയൊക്കെ നിന്റെ എത്തിക്സ്. വണ്ടി ഉണ്ടാക്കാനുള്ള കാര്യം കണ്ടില്ലായിരുന്നല്ലോ. അല്ല സെക്ക, നീ ഒരു വീറ്റു എന്നും പറഞ്ഞൊരു പാട്ട് ഉണ്ടാക്കി തന്നില്ല, അതൊന്നും വരുന്നവയാ? സൂപ്പർ. അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞല്ലേ വിറ്റത്. അതുകൊണ്ടല്ലേ നീ 50 രൂപയ്ക്ക് മറച്ചു വിറ്റത്. ഓ ചെല്ല് ചെല്ല്. എന്നിട്ട് ഒന്ന് സ്റ്റോറി മുഞ്ചുന്നു അതേ പറ്റുന്നുള്ളൂ. സ്റ്റോറി നിനക്ക് എന്തെങ്കിലും പറഞ്ഞ നിനക്കുള്ള എക്സ്പ്രഷൻ തരാ ഞാൻ നിനക്ക്. നീ ചെല്ല് സ്റ്റോറി ഇട്. ഇതാണ് ഇവന്റെയൊക്കെ തനിക്കോണം, മനസ്സിലായ? ഇവര് ഡയറക്റ്റ് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു എക്സ്പോസ് ആയതാ. നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇത് എന്റെ റേജ് വെയിറ്റ് ആയിരുന്നു കേട്ടാ. സത്യം പറഞ്ഞ ഈ VC വരുന്നത് ആ റേജ് വെയിറ്റിൽ കൊത്തിയവന്മാരൊക്കെ ഇവിടെ വന്ന് അവന്മാരുടെ തനിക്കുനം കാണിച്ചിട്ട് പോയി. സത്യം പറഞ്ഞു ഇതാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞിട്ട് പോയത്. അതായത് അവൻ ഉണ്ടാക്കി തന്ന വണ്ടി നമുക്ക് ഞാൻ പ്രശ്നമുണ്ട്. അതാണ് ബ്രാവോ, നമ്മൾ വെറുതെ ഉണ്ടാക്കിയുള്ള കാശ് കൊടുത്ത് ഉണ്ടാക്കിയ നമ്മുടെ വണ്ടി. ജസ്റ്റ് സിമ്പിൾ ഞാൻ കാര്യം പറയാം. നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് അവരുണ്ടാക്കി തന്ന വണ്ടി, അത് ഞങ്ങൾക്ക് ഇൻ കേസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞങ്ങൾ ഒരു പറഞ്ഞത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ വെച്ചോ, വേറെ ആർക്കെങ്കിലും കൊടുക്കണാണോ മര്യാദ? ആ വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി. ശരി, പക്ഷെ അവൻ എങ്ങനെ അത് കൊടുക്കുക? നമ്മളതിന് പേയ്മെന്റ് കൊടുത്ത വണ്ടി വാങ്ങിയതല്ലോ അവന്റെ കയ്യിൽ നിന്ന്. ഫുൾ PO ഉണ്ട് സംസാരിച്ചത്. ഇവിടെ നമ്മളെ അടിക്കാനും പറിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്രസ്ട്രേറ്റഡ് കുണ്ണുകളൊക്കെ ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. വേറെ അണ്ടിപ്പലി കുണ്ണപ്പേരെന്നൊക്കെ ഇട്ടിട്ട് ഓരോന്ന് വരും. ഈ കുണ്ണയ്ക്കൊന്നും ഇവിടെ ഗ്യാങ് കൊടുക്കല്ലേ ബ്രാവോ? ഞാൻ ഇത് എനിക്ക് സെർവറിന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യണമല്ല ബ്രാവോ. ഇമാതിരി ഫ്രസ്ട്രേറ്റഡ് വാണങ്ങൾക്കൊന്നും ഈ സെർവറിൽ കളിക്കാൻ എന്താ കൊടുക്കില്ല. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഇമാതിരി വാണങ്ങൾ ഇവിടെ കൊണ്ടുവരല്ലേ ബ്രാവോ? എന്റെ റിക്വസ്റ്റ് ആണ്. ബെല്ലരിക്കത്തുള്ള ബാക്കിയുണ്ട് കുറച്ച് പേര് നമ്മുടെ ഇഷ്യൂ ഉള്ള. അവരുടെ കേസല്ല പറയണേ. ഇവന്മാർ ഈ ഇതിന്റെ സീനിലുള്ള കുറച്ച് പേരുണ്ട്. ഇവന്മാര്
എല്ലാവർക്കും പ്രശ്നമൊന്നുമല്ല. അല്ല ഈകളെ സൈക്കിൾ ഉച്ചയ്ക്ക് വന്നപ്പോ അളിയാ വെയിറ്റ് ചെയ്ത് സൈക്കിൾ ഉച്ചയ്ക്ക് വന്നപ്പോ സൈക്കിൾ ഒന്നും പറഞ്ഞില്ലേ? സൈക്കിൾ ഇപ്പൊ സൈക്കിൾ ഇല്ല എന്റെ ആ POV ഉണ്ട്. സ്റ്റോറി ഇടാനുള്ള കഴിവുള്ള സംസാരിക്കണ്ട സാർ എന്റെ ആ POV ഉണ്ട്. സൈക്കിൾ ഉച്ചയ്ക്ക് വന്ന് എല്ലാം വാങ്ങിച്ച് കേട്ടിട്ട് അതുപോലെ അങ്ങ് മിണ്ടാതെ പോയതാ. ഉച്ചയ്ക്ക് ഞാൻ പണ്ട് 2018 എന്റെ വൈറലായ ഒരു തെറിവിളി ഉണ്ടായിരുന്നു മറ്റേ ബൂട്ട് ക്യാമ്പില്. ആ സാധനം ഞാൻ ഉച്ചയ്ക്ക് ഇവനെ വിളിച്ചായിരുന്നു, ഈ സേക്കിനെ. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയവനാണ് ഇപ്പൊ ഇവിടെ നിന്ന് മാസ് അടിച്ചിട്ട് പോയത് കേട്ടാ. ഇതാണ് ഇവന്മാര്, മനസ്സിലായ? ഇതാണ് ഇത്രയും കുറച്ച് നാളായിട്ട് ഞാൻ പറയാനിരുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം അറിയോ ഗൈസ്? നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാരും? ജമാലു, സാക്ക് ഇവരെല്ലാം ബാലനെ ഇവരൊക്കെ ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ RP കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ജമാലുനെ സാക്കിനെ ഡിസപ്പിയർ ആയി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ റീസൺ എന്താണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതാണ് പ്രശ്നം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെ അതില് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്, മുച്ചിറി എന്തിനാ TV-യിൽ വന്ന? അവനെ എടുത്ത് കളഞ്ഞൊന്നും അല്ല സത്യം പറഞ്ഞ. മുച്ചിറി ബെല്ലാരിയിൽ നിന്ന് ഇറങ്ങിയ ഒറ്റ കാരണത്തില. ബെല്ലാരിക്കാർ പറഞ്ഞ് നീ ഇവരുടെ കൂടെ കളിക്കുവാണെങ്കിൽ ഇനി ബെല്ലാരിൽ ഉണ്ടാവൂലെന്ന്. മുച്ചിറി അവന്മാരെടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് RP ചെയ്യാനും എനിക്ക് ഇതെല്ലാം ഉണ്ടാക്കി തന്നത് സ്നൈപ്പും അവരൊക്കെയാണ്. സോ അവരെ കളഞ്ഞിട്ട് എനിക്ക് ഇതാക്കി വരാൻ പറ്റത്തില്ല, എനിക്ക് ഗ്യാങ്ങിൽ കളിക്കാൻ താല്പര്യമില്ലെന്നാണ് മുച്ചിറി പറഞ്ഞത്. മനസ്സിലായ? അവ അങ്ങനെ ഇറങ്ങി വന്നാണ് ഇതിനകത്ത്. അല്ലാതെ ഒരു കൊച്ചിറക്കിന് ഞാൻ ഒരിക്കലും ചാൻസ് TV-ക്കകത്ത് കൊടുക്കത്തില്ലെന്ന് ഞാൻ പലവട്ടം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൊച്ചിറക്കനെ അസീമിന്റെ ഇഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി ഒരു കൊച്ചിറക്കനെ എനിക്ക് TV-ക്കകത്ത് എടുക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ടും ഞാൻ മുച്ചിറിയെ ഇതിനകത്ത് എടുത്തതിന്റെ ആ ഒരു കാര്യം അവനോടുള്ള ആ ഒരു ഡിസിഷന്റെ പുറത്തുള്ള റെസ്പെക്ട് കൊണ്ടാണ്. ഓൺ ദ സെയിം സൈഡ് സാക്കും ജമാലും എല്ലാം അവർ ആ ഗ്യാങ്ങിൽ കഷ്ടപ്പെട്ട് ചിലപ്പോൾ അച്ചീവ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കയറിയതായിരിക്കും ബെല്ലാരിക്കകത്ത്. അപ്പോൾ അവന്മാർക്ക് അത് വിട്ടിട്ട് വരാനുള്ളൊരു മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവന്മാർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത്, നമ്മളെ അവരാതൊന്നും പറഞ്ഞിട്ടില്ല, അവന്മാർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ അവരോട് പോയി പറഞ്ഞു കൊടുത്ത് സ്നൈപ്പിന്റെ അടുത്തും ബാലന്റെ അടുത്തും സാവേജിന്റെ അടുത്തും ഇനിയൊരു ഇഷ്യൂ. അപ്പൊ ഗൈസ് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ചോദിച്ചേക്കുക. ഞാനിപ്പോൾ ഇവരോട് പറയുക, സരക്കുമായിട്ട് ഞാൻ അടിയുണ്ടായി ഇറങ്ങി. ഇനി കണ്ണാപ്പി, ബോബോയി, നിങ്ങൾ മേലാല് സരക്കിന്റെ ലൈവിൽ പോയിരുന്ന് അവന്റെ കൂടെ വേറെ ഗെയിംസ് കളിച്ചേക്കരുത്, അത് കളിച്ചേക്കരുത്, ഇത് കളിച്ചേക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ സെയിം സാധനമാണ് ഇവര് ജമാലിനോട് സാക്കിനോട് പറഞ്ഞത്. ഈ സെയിം സാധനമാണ് അവര് പറഞ്ഞത്. ഇതിൽ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായി? ഇതാണ് കാര്യം. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ അന്ന് തുടങ്ങിയ ഇഷ്യൂ ആണിത്. അന്നാണ് ഈ വില്ലി എന്ന് പറയണ ഈ പയ്യൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്.